മാതാവിനെ കണ്ടപ്പോൾ ഈ മാലാക പണ്ടേ അറിയാവുന്ന ഒരാളെ പോലെ, നല്ല പരിചയമുള്ളവരെ പോലെ ഒരു ഹലോ പറയാണ്, സ്വസ്തി പറയാണ്. വലിയ സങ്കടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, സാരമില്ല, ദൈവം നിന്റെ കൂടെ ഇല്ലേ. ഈ കണ്ണീരിലും ഈ ഇരുട്ടിലും പ്രതീക്ഷയില്ലാത്ത ഈ പകലിലും ഒറ്റയ്ക്ക് നിങ്ങൾ കരയുന്ന ഈ രാത്രികളിലും ഒക്കെ നിങ്ങൾക്ക് ഇതൊരു സുവിശേഷമായി മാറട്ടെ. അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആരാധനാക്രമത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ചെറിയ നോമ്പിൽ ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. തമ്പുരാന്റെ വരവിന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, വിശുദ്ധിയോടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂടൊക്കെ ഒരുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് തമ്പുരാന്റെ ഈ വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ഒരുക്കാണ്. വചനത്തിന്റെ ഒരു വിത്ത് പാകി കർത്താവ് നൽകുന്ന നല്ല വാർത്തകൾ, കർത്താവിന്റെ സുവിശേഷം ഒക്കെ ഒന്ന് അറിഞ്ഞ് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളൊന്ന് പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്മസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക, ഇല്ലേ? സന്തോഷത്തിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണാൻ പോകുന്ന സമയങ്ങൾ, പണ്ടൊക്കെയാണ് ക്രിസ്മസ് കാർഡുകൾ, ഇപ്പോൾ നമ്മൾ മെസ്സേജുകളൊക്കെ അയക്കുന്നു, ക്രിസ്മസ് വിഷ് ചെയ്യുന്നു, പുൽക്കൂട് കെട്ടുന്നു. നമ്മുടെ ഇടവക പള്ളിയിൽ ഒക്കെയുള്ള ഒത്തിരി ആഘോഷങ്ങൾ, ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ്. ഈ 25 നോമ്പിന് വേണ്ടി 25ന്റെ നോമ്പിന്റെ ഓരോ ദിവസങ്ങളിലും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് എന്തിനാണ്? ഉണ്ണീശോടെ ആ തിരുപ്പിറവിയുടെ ഒരു ആഘോഷം, പാതിരാ കുർബാന, നമ്മൾ നമ്മുടെ ബന്ധുക്കളെ കൂട്ടുകാരെയൊക്കെ കാണുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. എന്തോരം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഈ സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, ഭവനങ്ങളിൽ ഈ ശുശ്രൂഷയൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ചിലപ്പോൾ അത്ര സന്തോഷമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടിലോ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ, നമ്മൾ പഠിക്കുന്നിടത്തോ, നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെ അത്ര വലിയ സന്തോഷമില്ലാത്ത വാർത്തകൾ കേൾക്കുന്നുണ്ടാവും. ഈ ഒരു ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈ 25 നോമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് ഈശോയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് നല്ല വാർത്തകൾ, സുവിശേഷം നമ്മൾ കേൾക്കണം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ കേട്ടതുപോലെ മംഗള വാർത്ത കേൾക്കണമെന്ന് നമ്മൾ ഓരോരുത്തർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ ശുശ്രൂഷയുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും, ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കും, വചനമൊക്കെ ധ്യാനിക്കും. ഇന്ന് നമ്മളിതൊന്ന് ആദ്യമായിട്ടൊന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ ലൂക്കാ സുവിശേഷം ഒന്നെടുക്കാമോ? ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഈ സുവിശേഷം, ഈ മംഗള വാർത്ത അറിയിക്കുന്ന ഒരു വചനഭാഗമാണല്ലോ നമ്മൾ വായിക്കുക. ലൂക്ക 1:26 മുതൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. അപ്പൊ ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് തൊട്ടടുത്ത വാക്യം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ആ വാക്കാണ് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോകുക. ആ വാക്യം, ഈ ഒരു ദൂത്, ഈ ഒരു മംഗളവാർത്ത, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് ഈ സ്വസ്തിക്ക്, കൈറേ എന്നൊരു വാക്ക് ഉപയോഗിച്ച് നമ്മളിപ്പോൾ സാധാരണ സംഭാഷണത്തിൽ ഇങ്ങനെ ഹലോ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന പോലെ പെട്ടെന്ന് ഒരാളെ കണ്ട്, ഇല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണമൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അഭിസംബോധനയാണെന്നൊക്കെ ചില ബൈബിൾ പണ്ഡിതന്മാർ ഇങ്ങനെ പറയാറുണ്ട്. ഈ മാതാവിനെ കണ്ടപ്പോൾ ഈ മാലാക പണ്ടേ അറിയാവുന്ന ഒരാളെ പോലെ, നല്ല പരിചയമുള്ളവരെ പോലെ ഒരു ഹലോ പറയാണ്, സ്വസ്തി പറയാണ്. നമ്മൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നല്ലൊരു വാർത്ത പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അഭിസംബോധന, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ മറ്റൊരു ഭാഷ്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മാലാഖ ഇങ്ങനെ പറയാണ്, മറിയമേ സന്തോഷിച്ചാലും, മറിയമേ അതിയായി സന്തോഷിച്ചാലും. എന്ന് വെച്ചാൽ പറയാൻ പോകുന്ന വാക്ക് ലോകം കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല വാർത്തയാണ്, ഏറ്റവും വലിയ സുവിശേഷമാണ്. എന്താണ് ആ സുവിശേഷം? കർത്താവ് നിന്നോട് കൂടെ. ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ ചില പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ചില വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് ഈ ദിവസം നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും വലിയ സങ്കടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, സാരമില്ല, ദൈവം നിന്റെ കൂടെ ഇല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്, ഇല്ല? ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എന്നിട്ട് ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം, സന്തോഷത്തിന്റെ വാർത്ത മാലാഖ പറയാണ്, കർത്താവ് നിന്നോട് കൂടെ.
നമ്മൾ തുടർന്നുള്ള വായനയിലൊക്കെ കാണുന്നുണ്ട്. പരിശുദ്ധമ്മ ഇത് കേൾക്കുമ്പോഴത്തേനും ചെറിയ പേടിയൊക്കെ വരുന്നു, ചെറിയ സംശയങ്ങൾ വരുന്നു, ചോദ്യം ചോദിക്കുന്നു. ഒടുക്കം ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കുഞ്ഞു വാക്യം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. നമുക്ക് ജീവിതത്തിൽ നിന്ന് കേൾക്കേണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. നിനക്ക് ഞാനുണ്ട്, അവരുണ്ട്, ഈ ബന്ധുബലമുണ്ട്, ഈ ഇത്രയും സ്വത്തുണ്ട്, ഇത്രയും സ്റ്റാറ്റസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട വാർത്ത, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ കൂടെ. മാലാഖ പറഞ്ഞ വാക്യം അതാണ്, മറിയമേ സന്തോഷിച്ച് ഉല്ലസിക്കുക, അതിയായി സന്തോഷിക്കുക, എന്തെന്നാൽ കർത്താവ് നിന്റെ കൂടെ. നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളിലോട്ട് ഈ സുവിശേഷം നിറയട്ടെ. ദുഃഖത്തിന്റെ ഇരുട്ടിന്റെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ വിഷമങ്ങളിൽ, അതിപ്പോ ഒരു കടബാധ്യത ആയിരിക്കാം, നിങ്ങളുടെ രോഗപീഠകളായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു മരണമായിരിക്കാം, പരീക്ഷയിൽ വന്നുപോയൊരു പരാജയമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും എത്തിപ്പെടാൻ പറ്റാതിരുന്ന ഒരു ഇടമായിരിക്കാം. ഇതൊക്കെ നമുക്ക് സങ്കടം തരുന്നുണ്ട്, നമ്മുടെ ആത്മവിശ്വാസത്തെ എടുത്തു കളയുന്നുണ്ട്, നമുക്ക് കണ്ണീര് തരുന്നുണ്ട്. ഈ കണ്ണീരിലും ഈ ഇരുട്ടിലും പ്രതീക്ഷയില്ലാത്ത ഈ പകലിലും ഒറ്റയ്ക്ക് നിങ്ങൾ കരയുന്ന ഈ രാത്രികളിലും ഒക്കെ നിങ്ങൾക്ക് ഇതൊരു സുവിശേഷമായി മാറട്ടെ. കുഞ്ഞെ, കർത്താവ് നിന്റെ കൂടെ. മാലാഖ അന്ന് വന്ന് പറഞ്ഞ, പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളോടും ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഈശോ അത് പറയാനിടയാവട്ടെ. അത് കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കിട്ടട്ടെ. ഞാൻ നിന്റെ കൂടെയുണ്ട്, കർത്താവ് നിന്റെ കൂടെ. നമ്മൾ ഈ ഒരു വാക്യം കേൾക്കുമ്പോഴേ, ഇത് പരിശുദ്ധ അമ്മയോട് മാത്രമായിട്ട് പറയുന്ന ഒരു വാക്കല്ല. ബൈബിൾ മുഴുവനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒത്തിരി ആളുകളോട് ദൈവം ഈ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെ വരുമെന്നൊക്കെ. പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു കാര്യം, ആനന്ദിച്ചുല്ലസിക്കുക, അതിയായി ആഹ്ലാദിക്കുക, എന്തെന്നാൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കാൻ പോകുന്നത് 2 പ്രവാചകന്മാര് സ്പെഷ്യലായിട്ട് വളരെ പ്രത്യേകതയോടെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു വചനഭാഗം എടുത്തു പറയുന്നുണ്ട്. ആനന്ദിച്ച് ആഹ്ലാദിക്കുക, എന്തെന്നാൽ കർത്താവ് നിന്റെ കൂടെ. ഇതിപ്പോ നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞൊരു മംഗളവാർത്ത മാത്രമല്ല, പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞ ഒരു മംഗളവാർത്ത മാത്രമല്ല, ഇന്നിപ്പോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളും കേൾക്കേണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഇതാണ്, കർത്താവ് നമ്മളോട് കൂടെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ബോധ്യം കിട്ടേണ്ട ഒരു സമയമാണ്. നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു രാജാവുണ്ട്. ഈ ദുഃഖത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചെടുക്കുന്ന, ഈ പാപത്തിൽ നിന്നും ഈ ഇരുട്ടിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു രക്ഷകൻ, ഈശോ രാജാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു 2 വചനഭാഗം ഇതോട് ചേർത്തൊന്ന് ചിന്തിക്കാൻ പോവാണ്. നമ്മൾ ഒന്നാമത് എടുത്ത് വായിക്കുക, പഴയ നിയമത്തില് സെഫാനിയ പ്രവാചന പുസ്തകം. തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിട്ടുണ്ടാവും. സെഫാനിയ പ്രവാചന പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുകയാണ്. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക. അതാണ് ആദ്യത്തെ കാര്യം. എന്താണ് സിയോൻ പുത്രി? നമുക്കറിയാം, ജെറുസലേമിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ചൊക്കെ ബൈബിളിൽ പല തവണയായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് സിയോൻ പുത്രി. സിയോൻ പുത്രി ആനന്ദിച്ച് ആഹ്ലാദിക്കുക, അതിയായി ആനന്ദിച്ച് പാട്ട് പാടിക്കോളാൻ പറയാണ്. എന്തിനാണ്? അതിനൊരു കാരണം എങ്ങനെയാണ്? തുടർന്ന് പറയാണ്, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക, ബി ഹാപ്പി. സിയോൻ പുത്രി ആനന്ദിക്കുക എന്നൊക്കെ പറയാൻ നമുക്കറിയാം. ഇസ്രായേലിന്റെ ഒരു ചരിത്രമൊക്കെ വായിച്ച് നമുക്ക് അറിയാവുന്ന, നമ്മൾ ഒത്തിരി ബൈബിളൊക്കെ പഠിക്കുന്നവരാണ്, വചനവ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. ഇസ്രായേൽക്കാർ ഒരുപാട് സങ്കടത്തിൽ നിന്ന സമയത്താണ് ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നത്. ഈ സിയോൻ പുത്രിയോട്, ഈ ജെറുസലേമിനോട്, ഈ യഹൂദ ജനതയോട് പറയുക, സന്തോഷിക്കണം, ആർത്തുല്ലസിക്കണം. എപ്പോ? ഈ ഇരുട്ട് കൂടി നിൽക്കുമ്പോൾ, ഈ അടിമത്തത്തിലായിരിക്കുമ്പോൾ, പ്രവാസത്തിലായിരിക്കുമ്പോൾ, കടബാധ്യതയിൽ കയറി നിൽക്കുമ്പോൾ, സ്വന്തമായിട്ട് ആലയം പ്രാർത്ഥിക്കാനില്ല, രാജാവില്ല, അങ്ങനെ അവർ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം പ്രവാചകനിലൂടെ പറയുന്നത് ആനന്ദിച്ച് ആഹ്ലാദിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളോടൊക്കെ ഇപ്പോൾ ഒരു ദുഃഖത്തിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടമായി, മൂഡ് ഓഫ് ആയി, ഇങ്ങനെ ഇരുട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളോട് പറയാണ് പൊട്ടിച്ചിരിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഇയാൾ ഇതന്നെ എൻ്റെ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാവാത്ത, എൻ്റെ ഈ സങ്കടം എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തെന്ന് ചോദിക്കും. കർത്താവിനെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ ജീവിത പങ്കാളിക്കോ, നമ്മുടെ സുപ്പീരിയേഴ്സിനോ, നമ്മുടെ കൂട്ടുകാർക്കോ ഒന്നും നമ്മുടെ സങ്കടം, നമ്മൾ കടന്നു പോകുന്ന ഇരുട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും കർത്താവിന് മനസ്സിലാവുന്നുണ്ട്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസവും. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയും, ഈ ദുഃഖം നിനക്കുണ്ട്, ശരിയാണ്. ഈ സങ്കടം നിനക്കുണ്ട്, ശരിയാണ്. ഈ ഇരുട്ടും ദാരിദ്ര്യവും കടബാധ്യതയും രോഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നീ സന്തോഷിച്ചുല്ലസിക്കണം. എന്താണ് അതിന് കാരണം? ഈ ദുഃഖത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റുക? ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുള്ള സമയത്ത് ഞാൻ എങ്ങനെയാ സന്തോഷിച്ച് ഉല്ലസിക്കുക? ഇസ്രായേൽക്കാർ ഈ വലിയ അടിമത്തത്തിൽ കൂടെ, സങ്കടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എങ്ങനെയാ അവർക്ക് സന്തോഷിക്കാൻ പറ്റുക?
കാരണം പ്രവാചകൻ തുടർന്ന് പറയുന്നുണ്ട്, നിന്റെ മേലുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. തീർന്നില്ല, 16-ാമത്തെ വാക്യാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. തുടർന്ന് അതിന്റെ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനം ഉള്ളിലോട്ട് കയറട്ടെ. സങ്കടമുണ്ട്, കണ്ണുനീരൊക്കെ നമുക്കുണ്ട്. പക്ഷെ നിന്റെ സങ്കടം മാറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് നിനക്ക് കേൾക്കേണ്ട മംഗളവാർത്ത, സദ്വാർത്ത, സുവിശേഷം. ഈ ക്രിസ്മസിന് നമ്മൾ ചിന്തിക്കേണ്ട, ഈശോ എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ഒരു വാർത്ത ഇതാണ്. നീ ഇനി സങ്കടപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ഇനി ദുർബലമാകേണ്ട. എന്തെന്നാൽ രാജാവായ ദൈവം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ആദ്യം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. കുറെ കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ തന്റെ തനതായ സ്വഭാവം പോലെ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഈശോയുടെ ജീവിതം ഇങ്ങനെ വളരുന്നത് കാണുമ്പോൾ എല്ലാം ഒടുക്കം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊരു സാധാരണ കുഞ്ഞല്ല. എന്റെ ഉദരത്തിൽ രൂപം കൊണ്ട് ഈ കുഞ്ഞ് ഈ ഇസ്രായേൽ നാട്ടിൽ ജനിച്ച ഏതോ ഒരു കുഞ്ഞിനെ പോലെയല്ല, ഇവൻ സത്യമായും ലോകത്തിന്റെ രക്ഷകനാണ്. ഇവനിലൂടെയാണ് രക്ഷ സംജാതമാകുക എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ അമ്മ പിന്നീട് അങ്ങോട്ട് ഈശോയുടെ കൂടെ, ഈശോയുടെ ഈ ശുശ്രൂഷകളിൽ, ഈശോയുടെ ഈ പൊതു ശുശ്രൂഷകളിലൊക്കെ കൂടെ നിൽക്കുകയാണ്, സൈലന്റ് ആയിട്ട് മാറി നിൽക്കുകയാണ്. ഏറ്റവും ഒടുക്കം കുരിശിന്റെ ചോട്ടിൽ വരെ പരിശുദ്ധ അമ്മ ചെന്ന് നിൽക്കുകയാണ്. കാരണം ഈ മകൻ ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമല്ല. ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന സദ്വാർത്ത ഈ മകനിലൂടെ ലോകം കേൾക്കാൻ പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഫാനിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത ആ വാക്ക്, ആ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ശക്തി പ്രാപിക്കണം, സങ്കടങ്ങൾ മാറ്റിയെടുക്കണം. നമുക്ക് ദുഃഖത്തിന്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സദ്വാർത്ത ഉള്ളിലോട്ട് കയറണം. രാജാവായ ദൈവം നിന്റെ ഈ ദുഃഖത്തിന്റെ ഇടയിൽ, നിന്റെ വീട്ടിൽ, ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, സമൂഹത്തിൽ എവിടെയാണോ നീ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്, അവിടെ രാജാവ് നിന്റെ കൂടെയുണ്ട്. പ്രവാചകൻ തുടർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, 17-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്. സാധാരണക്കാരനല്ല, ഒരു സുഹൃത്തോ ഒരു ബലമുള്ള ഒരു കൂട്ടുകാരനോ ഒന്നുമല്ല. വിജയം നൽകുന്ന കർത്താവ്, യോദ്ധാവായ ദൈവം നിന്റെ മധ്യ ഉണ്ട്. തളർന്നു പോകരുത്, വിഷമിച്ച് നിന്നു പോകരുത്. എൻ്റെ ജീവിതം എവിടെയെങ്കിലും ചെന്ന് അവസാനിച്ചു പോയി, എനിക്കിനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, എൻ്റെ സ്വപ്നങ്ങളുടെ മുമ്പിൽ ഒരു തിരശ്ശീല വന്ന് കിടക്കുകയാണ്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഒരു പർവ്വതം വന്ന് നിൽക്കുകയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റിയാലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചിരിക്കരുത്. അങ്ങനെ നിലവിളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, ഈ വചനത്തിലൂടെ കർത്താവ് നൽകുന്ന സദ്വാർത്ത കൂടെ ഹൃദയത്തിലോട്ട് കയറണം. ഇസ്രായേലിന്റെ ദൈവം, വിജയം നൽകുന്ന കർത്താവ്, യോദ്ധാവായ ദൈവം നിന്റെ കൂടെ, നിന്റെ മധ്യമുണ്ട്. തളരരുത്. സഫാനിയ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞ ഈ വാക്കിനോട് ചേർന്ന് നിന്നോടാണ് മറ്റൊരു പ്രവാചകൻ, ബൈബിളിലെ അവസാനത്തെ കുറെ പുസ്തകങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ കാണുക. സക്കറിയ പ്രവചനം 9-ാമത്തെ അധ്യായം 9-ാം വാക്യം. സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക. പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ, സഫാനിയ പ്രവാചകനിലൂടെ കർത്താവ് അറിയിച്ചതുപോലെ തന്നെ, സക്കറിയ പ്രവാചകനിലൂടെയും കർത്താവ് ഒരു ക്രിസ്മസ് സന്ദേശം എന്നൊക്കെ നമുക്ക് വിളിക്കാമെങ്കിൽ അങ്ങനെ തന്നെ ഒരു സുവിശേഷം, സദ്വാർത്ത അറിയിക്കുകയാണ്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക. കുഞ്ഞായിട്ടൊന്നും ആനന്ദിച്ചാൽ പോരാ, ചെറിയ സന്തോഷമൊന്നും പോരാ, അതിയായി ആഹ്ലാദിക്കുക, ആനന്ദിക്കുക. കാരണം എന്താണ്? ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. നിന്റെ മധ്യേ കർത്താവുണ്ട്, നിനക്ക് വിജയം നൽകുന്ന കർത്താവ്, യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. ആ ദൈവം അകന്ന് എവിടെയോ മാറി നിൽക്കുകയല്ല, ആ ദൈവം ഇതാ നിന്റെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദ്വാർത്ത ഉള്ളിലോട്ട് വീണ്ടും വീണ്ടും നിറയട്ടെ. എന്ത് സങ്കടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുറി ഉണ്ടല്ലോ, ഒരു വീടുണ്ടല്ലോ, അതിന്റെ അകത്തളങ്ങൾ ഉണ്ടല്ലോ. ഒരു പക്ഷെ നിങ്ങൾ ഇത് ഫോണിലൂടെയോ ടി വിയിലൂടെയോ ഒക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കണേ. ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സദ്വാർത്തയൊന്നും കേട്ടാലും അത് ഉള്ളിലോട്ട് നിറയാൻ പറ്റുന്ന ഒരു മനസ്ഥിതി ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഈശോ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന, കുഞ്ഞുണ്ണി ഈശോയ്ക്ക് നിങ്ങളോട് നേരിട്ട് പറയാനുള്ള ഒരു വാക്കിതാണ്: അതിയായി ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. രാജാവ് അടുത്തേക്ക് വരുന്നു, അവൻ നിന്റെ കൂടെ ഉണ്ടാകും. ഈ യാത്രയിൽ, മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഈശോ നിന്റെ കൂടെ കാണും. അതുകൊണ്ട് ഈ ദുഃഖത്തിന്റെ ഈ കഥകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം.
ഈ സങ്കടങ്ങളുടെ ഒരു കഴിഞ്ഞ കാലമൊക്കെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കൂടെ കർത്താവുണ്ട്, അവൻ അടുത്തേക്ക് വരികയാണ്. ആ സന്തോഷത്തിന്റെ വാർത്ത വേണം ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ വേണ്ടിയിട്ട്. ഈ സന്തോഷത്തിന്റെ ഒരുപാട് സദ്വാർത്ത ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഈ 25 ദിവസവും അതിനുശേഷവും നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു വചനഭാഗത്തിലേക്ക് പരിശുദ്ധ അമ്മ കേട്ട ആ മംഗളവാർത്തയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് മാലാഖ പറഞ്ഞ് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നു, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, കർത്താവ് നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, ഒരുപാട് വലിയ കാര്യങ്ങൾ നിന്നിലൂടെ സംഭവിക്കാൻ പോവുകയാണെന്ന് മറിയത്തോട് ഈ മംഗളവാർത്ത മാലാഖ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കേട്ട ഈ സഫാനിയ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞ കാര്യവും സക്രിയ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞ കാര്യവും ഒറ്റ കാര്യമാണ്. ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടികിട്ടുമല്ലോ. സന്തോഷിക്കാനുള്ള കാരണം എന്താണ്? ദൈവം കൂടെ വരാൻ പോവാണ്. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ അറിയാൻ പോവാണ്. ഇതാണ് സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇപ്പം പരിശുദ്ധ അമ്മ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, ഒരു സംശയം തോന്നുന്നുണ്ട്, ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാവും, ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. പക്ഷെ പരിശുദ്ധ അമ്മ കേട്ട ഈ വാർത്ത മംഗളവാർത്തയായത്, നല്ല വാർത്തയാവാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതുപോലെ സഫാനിയ പ്രവാചകനിലൂടെയും സക്രിയ പ്രവാചകനിലൂടെയും കർത്താവ് പറഞ്ഞ ആ കാര്യം പരിശുദ്ധ അമ്മ നേരിട്ട് കേൾക്കുകയാണ്. അന്ന് സിയോനോട്, ജെറുസലേമിനോട്, യഹൂദ ജനത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്കൊരു സദ്വാർത്തയുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ വരാൻ പോവാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാണ്, നിങ്ങളുടെ ഇടയിൽ വസിക്കാൻ പോവാണ്. ഇതേ മംഗളവാർത്തയാണ് പരിശുദ്ധ അമ്മക്ക് അയക്കുന്നത്. നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ കാണും. 31-ാമത്തെ വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. തുടർന്ന് പറയുന്ന കാര്യം ഇതാണ്, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഇസ്രായേലിന്റെ ഒരു ചരിത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാലാഖ പറഞ്ഞു കൊടുക്കാൻ തുടർന്ന് പറയുന്നുണ്ട്, യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. പിന്നെ പരിശുദ്ധ അമ്മ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും മാലാഖ വളരെ സുന്ദരമായിട്ട് പറയുന്നുണ്ട്. ലോകം കേട്ട ഈ മംഗളവാർത്ത വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു വലിയവനായിരിക്കും. വലിയെന്ന് വെച്ച് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ അത്ര വലിപ്പമുള്ള ഒരു മനുഷ്യൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദൈവവും മനുഷ്യനുമായ ഈശോ മിശിഹാ നമ്മുടെ രക്ഷകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദ്വാർത്തയാണ് നമ്മൾ കേൾക്കേണ്ടത്. പരിശുദ്ധ അമ്മ കേട്ടു, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഇനി കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ഈ സദ്വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്. ഒന്ന്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. രണ്ടാമതൊരു കാര്യം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ ശക്തി ആവസിച്ചിട്ടാണ് ഈ സദ്വാർത്ത മാംസം ധരിച്ചത്, ഈ വചനം ബലം പ്രാപിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് സംസാരിച്ച് ഈ വാക്ക് രൂപം കൊണ്ട് ഈശോ മിശിഹായായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചത്. നമ്മൾ ഇന്ന് കേൾക്കേണ്ട വാർത്തയും നമ്മളെ ഇനി മുന്നോട്ട് നയിക്കേണ്ട വാർത്തയും ഇത് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കൂടെ കർത്താവുണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കർത്താവ് അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു സദ്വാർത്ത. പലപ്പോഴും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, വിഷമിച്ചു പോകുമ്പോൾ, കൂടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ, ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയി, ഇത്രയും കർത്താവിൽ ആശ്രയിച്ചിട്ട് പോലും എനിക്ക് കേൾക്കാൻ ഒരു നല്ല വാർത്ത പോലും ഇല്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മളെ സങ്കടപ്പെടുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ, ഈശോയ്ക്ക് ഈ സുവിശേഷമാണ് നിങ്ങളോട് ഈ ക്രിസ്മസ് കാലത്ത് പറയാനുള്ളത്, ഞാൻ കൂടെ ഇല്ലേ എന്ന്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യം കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇസ്രായേലിനോട്, അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? ചില ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവേ, ഈശോയുടെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും ഈശോയെ അന്ന് അടുത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല. സങ്കടങ്ങൾ ഇങ്ങനെ തിരമാല പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് പറയാനുണ്ട് നമ്മളോട്, ഞാൻ കൂടെയുണ്ട്. അകലെയാണെന്ന് നിനക്ക് തോന്നിയാലും നിന്റെ അടുത്ത് തന്നെ ഞാനുണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് ഒരു കുഞ്ഞു പൈതലായിട്ട് ഈശോ നമ്മുടെ ഉള്ളിലോട്ട് വരാൻ പോവാണ്. കർത്താവിനെ നമുക്ക് സ്വീകരിക്കണ്ടേ? പുൽക്കൂടുകൾ നമുക്ക് ഒരുക്കാം, കേക്ക് കട്ട് ചെയ്യാം, പ്രിയപ്പെട്ടവരെ വിഷ് ചെയ്യാം, നമുക്ക് സന്തോഷത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നമ്മൾ ഷെയർ ചെയ്യേണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വാർത്ത ഇതാണ്, പരിശുദ്ധ അമ്മ കേട്ടതുപോലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, പഠിക്കുന്നവരോടൊക്കെ അവരോട് പറയാൻ പറ്റണം നമുക്ക് ഈശോ കൂടെ ഉണ്ടെന്ന്. അത് നമ്മൾ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരോട്, ഈശോയെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്തവരോട്, ഈശോയെ വിശ്വസിക്കാത്തവരോടൊക്കെ നമുക്ക് ഈ സുവിശേഷം പറയാൻ പറ്റണം. നമ്മൾ ഒറ്റയ്ക്കല്ല,
നമ്മുടെ ഈ സന്തോഷത്തിലും നമ്മുടെ സങ്കടങ്ങളിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോ, സത്യദൈവം, രക്ഷകൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ ജനനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്, പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഡിസംബർ 25 ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ, പുൽക്കൂടുകൾ കെട്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഈ വിശ്വാസത്തിന്റെ ഒരു വീട് പണിയപ്പെടട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ രക്ഷിക്കാൻ എൻ്റെ കൂടെ കർത്താവുണ്ട്. ദുഃഖത്തിന്റെ ഈ ദിവസങ്ങൾ മാറി, ഇരുട്ടിന്റെ അടിമത്തത്തിന്റെ ഈ ദിവസങ്ങൾ മാറി, എൻ്റെ രാജാവ് എഴുന്നള്ളുന്ന ദിവസം അടുത്ത് വരികയാണ്. രക്ഷകനായ ദൈവം സദ്വാർത്തയുമായി എൻ്റെ അടുത്ത് വരുന്ന സമയം. അതുകൊണ്ട് ജെറുസലേമേ, സന്തോഷിച്ചുല്ലസിക്കുക. സിയോൻ പുത്രി, ആനന്ദിച്ചാഹ്ലാദിക്കുക. പരിശുദ്ധ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇവരൊക്കെ കേട്ട ഈ സദ്വാർത്ത നമ്മളും കേൾക്കാൻ ഇടവരട്ടെ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൂടെ ഈ ക്രിസ്മസ് കാലം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.